ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. എനിക്ക് തോന്നിയ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും. അപ്പോൾ വേറൊന്നുമല്ല, ഞാനൊരു യൂട്യൂബറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ആ പുള്ളിക്കാരൻ്റെ കോൺടാക്ട് നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ല എൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നിയ സംശയങ്ങൾ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറൊന്നുമല്ല, പാലക്കാടൻ ധന്യ എന്നൊക്കെ ഒരു പേരുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ AP അബൂബക്കർ മുസ്ലിയാറിനെ കുറിച്ച് അവരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഫാത്തിഹ ഓതാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, അതുപോലെ പള്ളികളിലൊക്കെ പോവാറുണ്ട്, നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാർ വീഡിയോസ് ചെയ്യുന്നത്. അതൊക്കെ പുള്ളിക്കാരൻ്റെ പേഴ്സണൽ മാറ്റർ, അതിലൊന്നും ഞാൻ കൈകടത്തുന്നില്ല. ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് അതൊക്കെ നല്ല കാര്യം തന്നെ. ഒരു മുസ്ലിമിൻ്റെ ജീവിതചര്യ തുടരുക എന്ന് പറയുന്നത് മുസ്ലിം എന്നൊരു നിലയ്ക്ക് എനിക്കും അതൊരു കൗതുകമായിട്ട് തോന്നി പുള്ളിക്കാരൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ. പിന്നീട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പുള്ളിക്കാരി പറയണ കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ പുള്ളിക്കാരി വെച്ച് ഒരു യൂട്യൂബറും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്കും കുറച്ച് സംശയങ്ങൾ തോന്നി. അതിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ മറ്റൊന്നുമല്ല, പുള്ളിക്കാരൻ്റെ മോൾക്ക് എന്തോ അസുഖമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തോ ഹാർട്ടിന് എന്തോ പ്രോബ്ലം ആണ്. ചികിത്സാ സഹായത്തിനൊക്കെ ആയിട്ട് കുറേ പേരുടെ അടുത്ത് പൈസ പിരിക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് കണ്ടപ്പോൾ എനിക്ക് അതെന്താണെന്ന് നോക്കാൻ തോന്നി. അങ്ങനെ പുള്ളിക്കാരൻ്റെ കുറേ വീഡിയോസുകൾ ഞാൻ എടുത്തു നോക്കി. പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, പുള്ളിക്കാരി ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിയപ്പ കച്ചവടം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഭർത്താവുണ്ട്, അച്ഛനുണ്ട്, ഇവരിൽ നിന്നൊക്കെ വരുമാനമുണ്ട്. അപ്പോൾ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ ചികിത്സ ഇതൊക്കെ ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ യാത്രാ കാര്യങ്ങളും ഇതിനൊക്കെ ഉള്ളൂ പൈസ അത്യാവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നോക്കി, പുള്ളിക്കാരി പിന്നെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു. എനിക്ക് ഇത്ര പൈസ വേണം, മോള് ഓപ്പറേഷന് പോകാനാണ്, എനിക്ക് പൈസ വേണം, എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം എന്നെ എന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ സഹായ രൂപേണയുള്ളൊരു വീഡിയോ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കൊരു സംശയം തോന്നി. അങ്ങനെയാണ് ഞാനൊരു വേറൊരു യൂട്യൂബറിൻ്റെ വീഡിയോയും കണ്ടത്. ആ പുള്ളിക്കാരിയും ഇങ്ങനെ കുറച്ച് സംശയങ്ങൾ അവിടെ ഉന്നയിച്ചതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതും ശരിയാണല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇവളുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി, അതിലുള്ള കമൻസ് കാര്യങ്ങളൊക്കെ നോക്കി. അതിലും കുറേ പേര് സംശയങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ എനിക്കും അതൊരു സംശയമായിട്ട് എൻ്റെ മനസ്സിലും അതൊരു ഇതായിട്ട് നിന്നു. അങ്ങനെ ഞാൻ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് പല പ്രവാസികളും നല്ല എമൗണ്ട് ഈ പുള്ളിക്കാരിക്ക് ഉണ്ടെന്ന് മനസ്സിലായി. 5000, 10000, 20000 വെച്ചിട്ടൊക്കെ നല്ലതുപോലെ പ്രവാസികൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേര് സഹായിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യത്തോടു കൂടി ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാൻ തക്കതായിട്ടുള്ള ഇതെല്ലാം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ കുറച്ച് കമൻസുകൾ വന്നിട്ടുണ്ട്, അത് ഞാൻ വായിച്ചു തരാം കേട്ടോ. ഇതാണ് കമൻസ്. ജസ്ന സലീം ജാമിദ, അടുത്തത് പാലക്കാടൻ ദക്ഷ, പണം ഇട്ട് കൊടുക്ക്. ഇതാണ് ഒരു കമൻറ്റ്. പിന്നെ ഒരു കമൻറ്റ്, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുക, 2 മക്കളുടെ അമ്മയാണ്, അതൊന്നും ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ സിസ് ധന്യയോട്, ഭർത്താവ് ഉണ്ടായിരിക്കെ എനിക്ക് ആരുമില്ലെന്ന് പറയുന്നു, പ്ലസ് ഉണ്ണിയപ്പം വിറ്റിട്ടുള്ള വരുമാനമല്ലാതെ വേറൊരു വരുമാനവും ഇല്ലെന്ന് പറയുന്നു. മാത്രമല്ല യൂട്യൂബ് വരുമാനത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞതുമില്ല. ഇതിനെക്കുറിച്ചൊക്കെയാണ് അവർ പറഞ്ഞത്. അവർ ചോദിച്ചത് തികച്ചും ന്യായമായ ഒരു ചോദ്യം തന്നെയല്ലേ? പക്ഷെ നിങ്ങൾ വേണ്ട രീതിയിൽ അതിന് പ്രതികരിച്ചില്ല. മാത്രമല്ല നിങ്ങളുടെ പ്രതികരണം ഒരു പരിഹാസ രൂപത്തിലുമായി തോന്നുന്നു. സോഷ്യൽ മീഡിയയാണ്, എല്ലാം മാറിമറിയാൻ നിമിഷങ്ങൾ മതി. പണമിടപാടുമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ വേണ്ട രീതിയിൽ പ്രതികരിക്കുക, ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെ നിങ്ങൾക്ക് എതിരായി മാറും. കറക്റ്റാണ്. നമ്മൾ പണമിടപാടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് തക്കതായിട്ടുള്ള തെളിവുകളില്ലെങ്കിൽ അത് നമുക്ക് എതിരായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സംശയമായിട്ട് ഓരോരുത്തർ മുന്നോട്ട് വരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ചികിത്സയൊക്കെ ഫ്രീ ആണെന്ന്. പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു കാര്യം എൻ്റെ മുമ്പിൽ വരുന്നുള്ളൂ, പോയി വരാനുള്ള ചിലവുകൾ മാത്രമേ വരുന്നുള്ളൂ. ആണോ അല്ലേ? നിങ്ങൾ തന്നെ പറ. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് പാവപ്പെട്ട പ്രവാസികളിൽ നിന്നും പൈസ പിരിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി എന്നാണ്. ഫാത്തിഹ ഓതിയിട്ടും ഖുർആൻ ഓതിയിട്ടൊക്കെ അവർ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചിട്ട് അവരിൽ നിന്ന് 10,000, 20,000, 5,000, 30,000 ഒക്കെ കിട്ടുമ്പോൾ നല്ല രസമാണ് അല്ലേ? എനിക്കറിയാം, നിങ്ങൾക്ക് പൈസയൊക്കെ അയച്ചു തന്ന കുറച്ച് സുഹൃത്തുക്കളെ കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ ധന്യ ഒന്ന് മനസ്സിലാക്കണം, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. വീട്ടിലിരിക്കുന്ന പെൺപിള്ളേരെ ആരും ഒന്നും പറയില്ല. നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ അതിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിലും അതുപോലെ കള്ളത്തരം ഉണ്ടെങ്കിലും ആരും അത് നോക്കി അതിനെതിരെ പ്രതികരിക്കും.
ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നിങ്ങൾ ജെനുവിൻ ആണോ എന്നുള്ളത് മറ്റുള്ളവർക്ക് കൂടി തോന്നണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങളും വരും. അതുപോലെ കള്ളത്തരം ചെയ്യുന്ന ആളുകൾ ഉത്തരം മുട്ടുമ്പോൾ പറയുന്ന വാക്കുകളാണ് ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ മരിക്കും, ഞാൻ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ചാവും എന്നൊക്കെ. അതുപോലെ തന്നെ എനിക്ക് ധന്യയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് കള്ളത്തരം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനു ഭയക്കണം? പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നിങ്ങളെക്കുറിച്ച് ഒരു യൂട്യൂബർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു യൂട്യൂബർ മാത്രം പറയുമ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം ടെൻഷൻ ആവുന്നത്, ഇത്രമാത്രം വാചാലിയാവുന്നത്? നിങ്ങളെക്കുറിച്ച് ഒരാൾ മാത്രമാണ്, ഒരു യൂട്യൂബർ മാത്രമാണ് പറഞ്ഞത്. അപ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് ഇത്രയും ഭയക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ആത്മഹത്യ ചെയ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കും. പിന്നെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യം കുറച്ച് ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്നും അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശരിയായ രീതിയിൽ ഇവിടെ വന്ന് പറയണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് കുറേ ഈ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്നവരെ പ്രാഗിയത് കൊണ്ടോ അവർക്കെതിരെ ആത്മഹത്യ ഭീഷണി മുഴക്കിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല തന്നെയാണ്. നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട് എങ്കിൽ നിങ്ങൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു മറ്റുള്ളവരെ ഭയക്കണം? നിങ്ങളുടെ ശരികൾ നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോവാ, നിങ്ങളുടെ തെളിവുകൾ കൊണ്ടുപോവാ. നിങ്ങൾ തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും പറയുന്നത്. പിന്നെ എന്തിനാണ് ഇത്രയും വർഷങ്ങളായിട്ട് ആ യൂട്യൂബർ പറഞ്ഞതുപോലെ തന്നെ യാചിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരാളെക്കുറിച്ച് സംശയം ഉന്നയിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ശാപവാക്കുകളും പ്രാക്കുകളല്ല ഉപയോഗിക്കേണ്ടത്. നമ്മൾ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നീ അതിന് വിപരീതമാണ് ചെയ്തത്, അത് ഒട്ടും ശരിയായില്ല. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ വിളിച്ചു പറയുന്നത്. ഇനിയിപ്പോൾ എനിക്കെതിരെ വീഡിയോ ചെയ്യുകയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും കൂടെ തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത്. നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിൻ്റെ മോൾക്ക് ആ ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖത്തിനെ കുറിച്ചിട്ടുള്ള ഫുൾ രേഖകളും കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കമൻറ്റുകൾ, ആ മോളുടെ എന്താണ് അസുഖം, എന്താണ് ചോദിക്കുന്നവരുടെ ഇത് കമൻറ്റ് എന്തിനാണ് ഹൈഡാക്കുന്നത്? അത് നിൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്ന കമൻസുകളാണെന്ന് നിനക്ക് പറയാം, ന്യായീകരണം പറയാം. പക്ഷേ അത് എന്താണ്, അതിൽ തെറ്റൊന്നും ഇല്ലെങ്കിൽ നീ എന്തിനാണ് അത് ഹൈഡാക്കുന്നത്? ഹൈഡാക്കാതിരിക്കുക. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മളത് ഹൈഡാക്കേണ്ട കാര്യമില്ല. അവർ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസായിട്ട് പിറ്റേ ദിവസം ഒരു വീഡിയോ ആണ് നീ ചെയ്യേണ്ടത്. അപ്പോൾ അകമഴിയാതെ തന്നെ നിനക്ക് സഹായങ്ങൾ ലഭിക്കും. അങ്ങനെയായിരുന്നു നീ ചെയ്യേണ്ടത്. പക്ഷെ നീയെല്ലാം അതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നതും ഫാത്തിഹ ഓതുന്നതും ഇതൊന്നും ഹിന്ദുക്കൾക്ക് പറഞ്ഞിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാം മാഷാ അല്ലാ നല്ലത് തന്നെയാണ്, നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അവരുടെ ജീവചര്യ തുടരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാനും ഒരു മുസ്ലിമാണ്, എനിക്കും അതൊരു സന്തോഷം തന്നെയാണ്. ഹിന്ദുവായി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്കും അതൊരു സന്തോഷം തന്നെയാണ്. പക്ഷെ നീ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. 2 മക്കളുടെ അമ്മയായ നിനക്ക് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നത്? അങ്ങനെ ഒരിക്കലും, അതൊക്കെ ഭീരുക്കൾക്കാണ് അത് തോന്നുക. എന്താ പറയുക, ഇതിനേക്കാളും ബുദ്ധിമുട്ടി ജീവിക്കുന്ന എത്രയോ പേര് തന്നെയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് മാത്രമാണ് നമ്മൾക്ക് ഉള്ളത് എന്ന്. പക്ഷേ നമ്മളെക്കാൾ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് നിനക്ക് ഭർത്താവുണ്ട്, അച്ഛനുണ്ട്, നിനക്കൊരു അത്യാവശ്യം ഒരു ജോലിയുണ്ട്, ഒരു കൈത്തൊഴിലുണ്ട്. അതുകൂടാതെ തന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിലും എനിക്കൊരു സംശയമില്ലാതില്ല. അത് എന്തിൻ്റെ പേരിലാണ് അങ്ങനെ 2 മക്കളുടെ അമ്മ എന്ന നിലയ്ക്ക് നീ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന് എനിക്ക് അത് ഇതുവരെ മനസ്സിലായില്ല. ഒരിക്കലും മക്കളുടെ കണ്ണീരിൽ ആഴ്ത്താൻ ഒരമ്മയും ശ്രമിക്കില്ല. ആ ഒരു അമ്മയാണ് ഇപ്പോൾ മകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എൻ്റെ മോൾക്ക് സഹായം വേണം, ഓപ്പറേഷന് പൈസയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിനക്ക് ലഭിക്കുന്ന പൈസയുടെയും നിനക്ക് വരുന്ന പൈസയുടെ സോഴ്സുകളുണ്ടല്ലോ, ആ സോഴ്സിൻ്റെയൊക്കെ ഇത് ഒരു വീഡിയോ നീ ചെയ്യുക. അപ്പോൾ നിന്നെക്കുറിച്ച് ആരും സംശയിക്കില്ല. നിങ്ങളെക്കാളും ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട് ധന്യ, നിങ്ങളെക്കാളും എത്രയോ 10 മടങ്ങ് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവരൊന്നും ഇങ്ങനെ വന്ന് ഒരു ഇതിലും ഞാൻ വന്ന് കാണിക്കുന്നതായിട്ട് കണ്ടില്ല. എന്തിന് ദിയ ഫാത്തിമയുടെ ഫാമിലി തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് അറിയോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരെവിടെയും ഏത് മീഡിയയിലും വന്നിട്ട് ഇങ്ങനെ യാചിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് ഒരു മോൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് വരും. നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നിങ്ങൾ ആ ശരിയായിട്ട് മുന്നോട്ട് പോവുക. അതിൻ്റെ കാര്യങ്ങളെല്ലാം പബ്ലിക്കിൽ കാണിക്കുക.
അല്ലാതെ ഒരാൾ പ്രതികരിക്കുമ്പോഴേക്കും ഇങ്ങനെ പ്രാഗി അവരെ ഇതാക്കുകയല്ല ചെയ്യേണ്ടത്. എന്തു തന്നെയാണെങ്കിലും ഇതെല്ലാം കാലം തെളിയിക്കും. ഇപ്പോൾ എനിക്കെതിരെ വീഡിയോ ചെയ്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് എന്ന് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങളും ഇതിൽ കമൻ്റ് ഇടുക. നിങ്ങൾ ആ പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. നിങ്ങൾക്കും എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പബ്ലിക് മുമ്പിൽ വിളിച്ചു പറഞ്ഞു. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു സത്യസന്ധത വേണം. കാര്യം അറിയാതെയും അതുപോലെ ഒരു ഇതുമില്ലാതെയും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അറിയിക്കുക. എന്തായാലും സത്യം അധികം വൈകാതെ തന്നെ പുറത്തു വരും, ഇൻഷാ അല്ലാ. ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.